ശബരിമല കേസിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണം കൊള്ള നടത്തിയ കൊള്ള സംഘത്തിന്റെ വേരുകൾ തേടിയുള്ള അന്വേഷണം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നറിയാമോ? കേരളം നടുങ്ങുന്ന സത്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പന്റെ പുണ്യ പൂങ്കാവനത്തിൽ അതിക്രമിച്ചു കയറി കൊള്ള നടത്തിയ സംഘത്തിന്റെ തൊട്ടരികിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ പുറത്തു വരുന്നത് കേവലം ഒരു മോഷണ കേസിന്റെ വിവരങ്ങളല്ല, മറിച്ച് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയയുടെയും രാഷ്ട്രീയ ഉന്നതരുടെയും അവിശുദ്ധ ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPM-ലെ പ്രമുഖ നേതാക്കൾ തന്നെ പ്രതിക്കൂട്ടിലായതോടെ രാഷ്ട്രീയ ഭൂമികയിൽ CPM എന്ന പാർട്ടി ഇപ്പോൾ മുൾമുനയിലാണ്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കമുള്ള ഉന്നതരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അന്വേഷണം നീങ്ങിയത് CPM-ന് ഭരണപരമായും ധാർമ്മികപരമായും ഏൽപ്പിച്ച പ്രഹരം ചെറുതൊന്നുമല്ല. ഒരു വശത്ത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘങ്ങളുടെ സാന്നിധ്യം അന്വേഷണത്തെ സങ്കീർണമാക്കുമ്പോൾ, മറുവശത്ത് സ്വന്തം നേതാക്കളെ സംരക്ഷിക്കാൻ പാർട്ടി പണിപെടുമ്പോഴും നിയമത്തിന്റെ പിടി അയയുന്നില്ല. പ്രതിരോധത്തിലായ ഇടതുമുന്നണിയുടെ അടുത്ത നീക്കം എന്താകുമെന്നും, ഹൈക്കോടതി ഈ അന്വേഷണത്തിൽ എടുക്കാൻ പോകുന്ന അതിനിർണായകമായ നീക്കം ഇതാണ് കേരളം ഇനി ഉറ്റുനോക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കേരളത്തെ ഒന്നടങ്കം നടുക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ്. ശബരിമലയുൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ആരാധനാലയങ്ങളിൽ നിന്നുള്ള സ്വർണവും വിലപിടിപ്പുള്ള മറ്റുള്ള വസ്തുക്കളും വിദേശത്തേക്ക് കടത്താൻ ഇതേ നയതന്ത്ര ചാനൽ ഉപയോഗിച്ചോ എന്ന കാര്യത്തിലാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ വിദേശത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകിയ സ്വർണത്തെക്കുറിച്ചായിരുന്നു അന്വേഷണമെങ്കിൽ, ഇപ്പോൾ ഇതേ വഴിയിലൂടെ വിദേശത്തേക്ക് എന്തൊക്കെ അയച്ചു എന്നതിലേക്കാണ് അന്വേഷണ മുന നീളുന്നത്. അതായത് ഈ കേസ് അന്വേഷണം മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത്. വിശദമായി തന്നെ പരിശോധിക്കാം. വിദേശത്തു നിന്ന് ഇങ്ങോട്ടൊഴുകിയ സ്വർണത്തെക്കാൾ ഭയാനകമായിരിക്കാം ഈ ചാനലിലൂടെ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോയ പാഴ്സലുകൾ എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച സ്വപ്ന സുരേഷും PS സരിത്തും ചേർന്ന് നടത്തിയ സ്വർണ്ണ കള്ളക്കടത്ത് അന്വേഷണം ഇതുവരെ ഒരു ദിശയിൽ മാത്രമായിരുന്നുവെങ്കിൽ, ആ നയതന്ത്ര ചാനൽ വിദേശത്തേക്കും സജീവമായി പ്രവർത്തിച്ചിരുന്നുവെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ തെളിയുന്നത്. UAE കോൺസുലേറ്റിന്റെ നയതന്ത്ര പരിരക്ഷയുടെ മറവിൽ വിദേശത്തേക്ക് അയച്ചിരുന്ന നിഗൂഢമായ പാഴ്സലുകളെ കുറിച്ചുള്ള അന്വേഷണം കേരളത്തിന്റെ പൈതൃക സമ്പത്തായ പുരാവസ്തുക്കളിലേക്കും ആരാധനാലയങ്ങളിൽ നിന്നുള്ള അമൂല്യ വസ്തുക്കളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. സാധാരണ നിലയിലുള്ള സ്വർണ്ണക്കടത്തിനപ്പുറം ശബരിമല ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷണം പോകുന്ന വിഗ്രഹങ്ങളും മറ്റു വസ്തുക്കളും വിദേശ വിപണിയിൽ എത്തിക്കുന്ന അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയ ഈ ചാനൽ ദുരുപയോഗം ചെയ്തതായാണ് സംശയിക്കപ്പെടുന്നത്. നയതന്ത്ര ബാഗേജുകൾക്ക് ലഭിക്കുന്ന കസ്റ്റംസ് പരിശോധനയില്ലാത്ത ഗ്രീൻ ചാനൽ സൗകര്യം ഉപയോഗപ്പെടുത്തി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ വിദേശത്തേക്ക് കടത്തി കോടികൾ സമ്പാദിക്കുന്ന ഒരു വൻ ശൃംഖലയും നയതന്ത്ര സ്വർണ്ണക്കടത്ത് പ്രതികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിലേക്കാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നീങ്ങുന്നത്. ഇതിന് ഭരണകൂടത്തിലെ ഉന്നതർ ഒത്താശ നൽകിയിട്ടുണ്ടോ എന്ന കാര്യവും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ശബരിമലയെ പോലുള്ള അതീവ പവിത്രമായ ആരാധനാലയങ്ങളിൽ നിന്ന് സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കടത്താൻ ആസൂത്രിതമായ ക്രിമിനൽ റാക്കറ്റുകൾ സജീവമാണെന്ന വെളിപ്പെടുത്തൽ കേരളീയ പൊതുസമൂഹത്തെ നടുക്കുന്നതാണ്. കേവലം ഒരു മോഷണം എന്നതിലുപരി ഭരണകൂടത്തിന്റെ സ്ഥിരാ കേന്ദ്രങ്ങളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ഈ മാഫിയ സംഘങ്ങൾക്കുള്ള അവിശുദ്ധ ബന്ധമാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ അർഹതയില്ലാത്ത ഉദ്യോഗസ്ഥർക്ക് വരെ വിദേശ നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ അനധികൃതമായി ലഭിച്ചുവെന്ന കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ ഭരണ സംവിധാനത്തിനകത്ത് നടന്ന വലിയൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരം പ്രത്യേക തിരിച്ചറിയൽ കാർഡുകൾ കൈവശപ്പെടുത്തിയവർക്ക് നയതന്ത്ര സ്ഥാപനങ്ങളിൽ യാതൊരു പരിശോധനയുമില്ലാതെ സ്വതന്ത്രമായി പ്രവേശിക്കാനും
ഉന്നതതല ബന്ധങ്ങൾ ഉപയോഗിച്ച് ദുരൂഹമായ പാഴ്സലുകൾ വിദേശത്തേക്ക് അയക്കാനും സാധിച്ചുവെന്നത് അതീവ ഗൗരവകരമായ സുരക്ഷാ വീഴ്ചയാണ്. നയതന്ത്ര ആനുകൂല്യങ്ങളെ മറയാക്കി നമ്മുടെ പുണ്യ സങ്കേതങ്ങളിലെ പൈതൃക സമ്പത്ത് വിദേശത്തേക്ക് കടത്താൻ ഉദ്യോഗസ്ഥ വൃന്ദവും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ചേർന്നൊരുക്കിയ ഈ സംവിധാനം കേരളത്തിന്റെ സാംസ്കാരിക സുരക്ഷയെയും വിശ്വാസത്തെയും ഒരുപോലെ വഞ്ചിക്കുന്നതാണ്. ഓഫീസറുടെ ഒപ്പും സീലും ഇല്ലാതെ തന്നെ പല ബാഗേജുകളും ഗ്രീൻ ചാനൽ വഴി വിദേശത്തേക്ക് അയച്ചു. നിയമത്തിന്റെ കണ്ണു വെട്ടിച്ചു നടന്ന ഈ യാത്രകൾക്ക് പിന്നിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമാണ്. അന്വേഷണ ഏജൻസികളുടെ നീക്കം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും സംയുക്തമായാണ് വിവരശേഖരണം നടത്തുന്നത്. കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിൽ നിന്നും നേരത്തെ ശേഖരിച്ച മൊഴികൾ വീണ്ടും പരിശോധിക്കുകയാണ്. പ്രോട്ടോകോൾ ഓഫീസറായിരുന്ന ബി സുനിൽകുമാർ നൽകിയ മൊഴികളിൽ സെക്രട്ടേറിയറ്റിലെ പല ഉന്നതർക്കും ഈ തിരിമറികളിൽ പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രാഥമിക വിവരശേഖരണത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ തെളിവുകൾ ലഭിച്ചാലുടൻ ED പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും. ഇത് വെറുമൊരു സാമ്പത്തിക കുറ്റകൃത്യത്തിനപ്പുറം രാജ്യത്തിന്റെ സുരക്ഷയെയും സാംസ്കാരിക പൈതൃകത്തെയും ബാധിക്കുന്ന വിഷയമായതിനാൽ കേന്ദ്രം അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഇതിനെ കാണുന്നത്. ശബരിമല പോലുള്ള അതീവ സുരക്ഷാ മേഖലകളിൽ നിന്ന് സ്വർണവും മറ്റും എങ്ങനെ പുറത്തുപോയി എന്നത് വലിയൊരു ചോദ്യമാണ്. സന്നിധാനത്തെ സ്വർണത്തിന്റെയും തിരുവാഭരണങ്ങളുടെയും കണക്കെടുപ്പുകളിൽ കാലാകാലങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പൊരുത്തക്കേടുകൾ ഈ സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടെ വേണം വിശകലനം ചെയ്യാൻ. ഇത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ ഒരു വലിയ ഓപ്പറേഷന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായി കൈക്കലാക്കുന്ന ഈ പുണ്യവസ്തുക്കൾ കള്ളക്കടത്ത് സംഘങ്ങളുടെ കൈകളിലെത്തുകയും അവിടെ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ UAE കോൺസുലേറ്റിന്റെ നയതന്ത്ര ചാനലിലൂടെ ആരുടെയും പരിശോധനകളില്ലാതെ സുരക്ഷിതമായി വിദേശത്തേക്ക് കടത്തപ്പെടുകയുമായിരുന്നുവെന്നും പരിശോധിക്കും. ഗ്രീൻ ചാനൽ സംവിധാനവും നയതന്ത്ര പരിരക്ഷയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭരണകൂടത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ നടന്ന ഈ കൊള്ള വിശ്വാസികളെയും നിയമവ്യവസ്ഥയെയും ഒരുപോലെ വെല്ലുവിളിക്കുന്നതാണ്. ഇതിനു പിന്നിൽ വമ്പൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തീർച്ചയാണ്. അതുതന്നെയാണ് കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഒത്താശയോടെയും ഉദ്യോഗസ്ഥരുടെ അറിവോടെയും നടന്ന ഈ ക്രമക്കേടുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കളങ്കമായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. നയതന്ത്ര ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ സമ്പത്തും പുണ്യവസ്തുക്കളും കടത്തുന്നത് അക്ഷരാർത്ഥത്തിൽ രാജ്യദ്രോഹമല്ലേ? സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് കോൺസുലേറ്റുമായി ഉണ്ടായിരുന്ന അമിതമായ ബന്ധം അഴിമതിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നതാണ്. വിശ്വാസികളുടെ വികാരത്തെയും രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെയും ഒരുപോലെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാർ പുറത്തു വരേണ്ടതുണ്ട്. അയ്യപ്പന്റെ മണ്ണിൽ നിന്നും അപഹരിക്കപ്പെട്ടത് വെറും സ്വർണമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസം കൂടിയാണ്. നയതന്ത്ര പാഴ്സലിന്റെ മറവിൽ നടന്ന ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലയെ വേരോടെ പിഴുതെറിയാൻ കേന്ദ്ര ഏജൻസികളുടെ ഈ അന്വേഷണവും അനിവാര്യമാണ്. സത്യം എത്ര ആഴത്തിൽ കുഴിച്ചുമൂടിയാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതേസമയം കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കൂടുതൽ തെളിവ് തേടിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ. ഈ കേസിൽ ശബരിമലയിൽ സ്വർണക്കൊള്ളയുടെ വ്യാപ്തി കൂടുകയാണ്. നടന്നത് വൻ കൊള്ളയാണെന്നാണ് SIT അന്വേഷണ സംഘത്തിലെ നിർണായക കണ്ടെത്തൽ. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചിട്ടുണ്ട്. 7 പാളികളിലെ സ്വർണമാണ് കൊള്ളയടിച്ചത്. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും തട്ടിയെടുത്തു. SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് സുപ്രധാനമായ കണ്ടെത്തലുകളുള്ളത്.
പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കട്ടിലപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപത്തിലെയും വ്യാളി രൂപത്തിലെയും പൊതിഞ്ഞ സ്വർണം കടത്തിക്കൊണ്ടുപോയതായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചാണ് വേർതിരിച്ചതെന്നും SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സ്വർണക്കൊള്ളയിൽ പ്രതിക്കൂട്ടിലായ CPM കോൺഗ്രസ് നേതാക്കളെ കേസിൽപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇടപെടുന്നുവെന്ന പ്രതിപക്ഷ ആരോപണവും ശക്തമാണ്. CPM പക്ഷപാതികളായ ഉദ്യോഗസ്ഥരുണ്ടെന്ന് പറഞ്ഞ SITയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു.